അതായത് പെട്ടെന്നുണ്ടായ അപകടം, അതായത് അദാനിക്ക് സംഭവിച്ച അപകടം എന്ന് പറയുന്നത് പോയ വർഷത്തെ താരതമ്യം ചെയ്യുമ്പോൾ അദാനിയുടെ കടത്തിൽ 20% വർധനവാണ് 2025 രേഖപ്പെടുത്തപ്പെട്ടത്. അതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ പിന്നെ അദാനി ഷെയറുകളെല്ലാം താഴോട്ട് പോകാനുള്ള കാരണമുണ്ടായത്. ആ കാരണം അങ്ങനെ അദാനി ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് അപകട കെണിയിൽ, അതായത് കരടിയുടെ പിടിയിൽപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് LICയിൽ നിന്നുള്ള ഈ 39,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങോട്ട് ചെല്ലുന്നത്. അതോടെ കരടിയുടെ പിടിയിൽ നിന്ന് കാളക്കൂറ്റന്റെ പിടിയിലേക്ക് അദാനിയുടെ ഷെയറുകൾ എത്തുന്നു. അവിടെ കോൺഫിഡൻസ് സൃഷ്ടിക്കപ്പെടുന്നു. അതാണ് പിന്നെ കരടി കാളക്കൂറ്റിന് വഴിമാറുന്നു എന്നൊക്കെ പറയുന്നത്. വലിയ ഉത്സാഹത്തോടു കൂടി പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് 39,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നു എന്ന് കേൾക്കുമ്പോൾ ഷെയർ മാർക്കറ്റിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു വലിയ തിരിച്ചുവരവായിട്ട്, കരടിയുടെ പിടിയിൽ നിന്നുള്ള ഒരു എടുത്തുചാട്ടമായിട്ട്, ഒരു തിരിച്ചുവരവായിട്ട് കണക്കാക്കും. അതോടുകൂടി പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് വരാൻ തുടങ്ങും. അങ്ങനെയാണ് അദാനിയിലെ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അങ്ങനെ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ ആഗ്രഹം. അതായത് ഫിനാൻസ് മിനിസ്ട്രി, നീതി ആയോഗ് ഇവരെയൊക്കെ പ്രേരിപ്പിച്ചത് തീർച്ചയായിട്ടും അദാനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും വഴികാട്ടിയും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെയായിരിക്കണം.